തിരുവനന്തപുരത്തേക്കാണ്. വെള്ളറടയിൽ ക്ഷേത്രത്തിലെ മോഷണത്തിനിടെ ഉറങ്ങിപ്പോയ കള്ളൻ പിടിയിൽ. തമിഴ്നാട് സ്വദേശി സെന്തിലാണ് പിടിയിലായത്. രാവിലെ ക്ഷേത്രം തുറന്നപ്പോഴാണ് മോഷണ ശ്രമം കണ്ടെത്തിയത്. അന്ന് തട്ടിയാണ് അയാൾ ഉണർത്തിയത്. അപ്പോൾ ഇയാൾ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല, തമിഴാണെന്ന് തോന്നുന്നു. ചോദിക്കുന്ന കാര്യങ്ങൾ പേപ്പറിൽ എന്തൊക്കെയാണ് എഴുതി തരാറ്. അങ്ങനെ പേപ്പറിൽ തമിഴിൽ എന്തൊക്കെ കുറച്ച് പത്രപേപ്പറിൽ എഴുതി തന്നു. പിന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെ അവർ വന്ന് പരിശോധിച്ചപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് സോപ്പ്, എണ്ണ, ഈ സോപ്പ് പൊടി, ഷാമ്പു അതേപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലൊരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. റിനു ശ്രീധരുണ്ട് തിരുവനന്തപുരത്ത്. റിനു, വല്ലാത്ത ചൂടാണ്, രാത്രി ആരായാലും ഉറങ്ങും. അങ്ങനെ വന്ന പണി മറന്നുപോയി, ഒരു കള്ളൻ ഉറങ്ങിപ്പോയി, സ്വയം എഴുന്നേൽക്കാനായില്ല, രാവിലെ ആള് വിളിച്ചുകൂട്ടി, അതോടെ കൈയോടെ പിടികൂടി. എന്താണ് ഈ കള്ളന്റെ വിവരങ്ങൾ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരത്തെ വെള്ളറട മലയോര പ്രദേശമാണ്. ഇവിടുത്തെ കോവിലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആണ് ഈ സംഭവം. ഇന്ന് പുലർച്ചയോടുകൂടി, അതായത് രാവിലെയൊന്നും ഈ ക്ഷേത്രം അങ്ങനെ തുറക്കുന്ന ക്ഷേത്രമല്ല. ഇന്ന് ശബരിമലയിലേക്കുള്ള കെട്ടുള്ള അതുകൊണ്ട് തന്നെ രാവിലെ ക്ഷേത്രത്തിലെത്തി പൂജാരി ക്ഷേത്രനട തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുമ്പോൾ അത് കുത്തിത്തുറന്ന നിലയിലായിരുന്നു. തുടർന്നാണ് പരിസര പ്രദേശത്ത് ഈ ക്ഷേത്ര പൂജാരിയും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരും അടക്കം പരിശോധന നടത്തുന്നത്. അപ്പോഴാണ് തൊട്ടടുത്ത് തിടപ്പള്ളിക്കുള്ളിൽ കള്ളൻ കിടന്നുറങ്ങുന്നത് കാണുന്നത്. തുടർന്ന് നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഈ സെന്തിൽ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയാണ്. ഇയാൾ മോഷണത്തിന് ഉപയോഗിക്കുന്ന ചില വസ്തുക്കളൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇദ്ദേഹം സംസാരശേഷി ഇല്ലാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നിരവധി കേസുകളിലെ പ്രതിയാണ്. തമിഴ്നാട് അതുപോലെ തന്നെ കേരള ബോർഡറുകൾ കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം പ്രധാനമായും ക്ഷേത്രവും അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരാളാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഈ മോഷണത്തിനിടെ ഉള്ള ക്ഷീണത്തിൽ കിടന്നുറങ്ങിപ്പോയതാണ് എന്നുള്ളതാണ് കള്ളൻ പേപ്പറിൽ എഴുതി കാണിച്ചത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പാലക്കാട് ജില്ലയിലാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും വെള്ളറട പോലീസ് സെന്തിലിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.